ആഷിഖ് വിൻസൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊടുക്കുവാനായി ശ്രീമതി റീത്ത പോളിനെ ക്ഷണിക്കുന്നു. റോജി എം ജോൺ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട എല്ലാവരുടെയും ജനമനസ്സുകളിൽ ഇടം പിടിച്ച നമ്മുടെ റോജി എം ജോൺ MLA, അദ്ദേഹം ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മുഹൂർത്തം ധന്യമാക്കുന്നതിന് ഇവിടെ അസോസിയേഷനുകളിലെ എല്ലാ അംഗങ്ങളും കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും ആർമി നഗർ സ്മരിക്കുകയാണ്, അവരെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആർമി നഗർ അസോസിയേഷനിൽപ്പെട്ട സജി തോമസിന്റെ മാതാവ് ത്രേസ്യാമ്മ തോമസ്, അസോസിയേഷന്റെ പരിധിയിൽപ്പെട്ട അന്നം വരീത്, റിജോ പോലോസ്, ലില്ലി ഡൊമനി എല്ലാവരെയും ആർമി നഗർ റെസിഡന്റ് അസോസിയേഷന്റെ പേരിൽ ഞങ്ങൾ സ്മരിക്കുകയാണ്, അവരെ ഓർക്കുകയാണ്, അവരുടെ കാൽപാദങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളെ അർപ്പിക്കുകയാണ്. ഇവരെല്ലാവരെയും ഒന്നുകൂടി ഓർക്കുന്നതിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരെയും ഒരു നിമിഷം ഒന്ന് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആർബി നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ വാർഷികവും ഡോക്ടർ പോൾ മാമ്പിള്ളി അനുസ്മരണവും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിൽ ആദ്യമായി ഞങ്ങളുടെ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തട്ടെ. നീരാളിപ്പുറത്തിൽ അമർന്നു പോയാൽ പിന്നെ അവരെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. വരുന്ന ഒരു തലമുറ ഇവിടെ കൂടിയിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അവരെ ഉപദേശിക്കുന്നതിനോടൊപ്പം, അല്ലെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇവിടെ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ള നല്ല ഉദാഹരണങ്ങൾ സൃഷ്ടിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ഈ ആർബി നഗർ റെസിഡൻസ് അസോസിയേഷന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സമൂഹത്തെ ഇനിയും നന്നായിട്ട് സൃഷ്ടിക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MLA ശ്രീ റോജി എം ജോൺ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ റോജി എം ജോൺ MLA ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ ഫിലിം PVയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. 2023
7 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച നമ്മുടെ ആർപി നഗർ റെസിഡൻസ് അസോസിയേഷനിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ആദരണീയനായ നമ്മുടെ MLA വീണ്ടും ജനപക്ഷത്ത് നിന്ന് ജയിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് അനുമോദിക്കണം. അദ്ദേഹത്തോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമുക്ക് നിവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളോട് ഒരു ഹൈമാസ് ലൈറ്റ് വേണം. ആ ഹൈമാസ് ലൈറ്റിന്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് കഴിഞ്ഞു, ഇനി അതൊന്ന് കാല് പിടിപ്പിച്ചാൽ മതി. അപ്പൊ അതിലെല്ലാവർക്കും നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ നമ്മളെ കടന്നുകൊണ്ടിരിക്കുന്ന അങ്കമാലി ചെയർപേഴ്സൺ ശ്രീമതി റീത്ത പോള്, കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു സാനി, നമ്മളെ കടന്നു വന്ന് പ്രസംഗിച്ചു പോയ പോലീസ് ഓഫീസർ ശ്യാം, അതുപോലെ മുനിസിപ്പൽ കൗൺസിലർ ഷാജൻ മുറക്കി, പഞ്ചായത്ത് മെമ്പർ ഷാജു മേലാപ്പള്ളി, അതുപോലെ അക്രാക്കിന്റെ പ്രസിഡന്റ് ജോസ് ബി ചക്കീത്ത്, അതുപോലെ അമ്മയുടെ പ്രസിഡന്റ് പൗലോസ് കെ, നമ്മുടെ രക്ഷാധികാരികൾ, അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചില്ല ഫാദർ ഡെന്നി നൽക്കര. അദ്ദേഹം വികാരി ജനറലാണ്, വളരെ തിരക്കുള്ളതുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. കഴിഞ്ഞ 9/5/2019 ആരംഭിച്ച നമ്മുടെ ഈ വർഷങ്ങളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അക്രാക്ക് എന്ന സംഘടന വഴി നമുക്ക് കാരുണ്യസ്പർശം വഴി ഫ്രീ ഡയാലിസിസ് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോളോ ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ ഡിസ്കൗണ്ട് കാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ഈ കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വളരെ സഹായങ്ങൾ, പ്രത്യേകിച്ച് വർഗീസ് പുതുശ്ശേരിയും RD നഗരം ചേർന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായവും മറ്റും ചെയ്തു പോരുന്നുണ്ട്. അതുപോലെ നമ്മുടെ അക്രാക്കിന്റെ സഹകരണത്തോടെ മെട്രോ കറുകുറ്റി വരെ നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലും രൂപീകരിച്ച് അതിനോടൊപ്പം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലൊക്കെ അതിപ്രധാനമായ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ബെന്നി ബെഹനാന്റെയും MP, അതുപോലെ MLA-യുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുനിസിപ്പൽ ചെയർപേഴ്സന്റെയും സഹായത്തോടെ നമുക്ക് RBDC-യുടെ ഈ സ്പാനുകളിൽ എന്ന് പറഞ്ഞാൽ റൈലിന്റെ പടിഞ്ഞാറ് വശത്തുള്ള എല്ലാ സ്പാനുകളുടെയും കീഴെ നമ്മൾക്ക് ഓപ്പൺ ജിംനേഷ്യം നടത്താനും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഗെയിംസ് ഏർപ്പെടുത്താനും IRDC-യുടെ പെർമിഷൻ ലഭിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അത് മാത്രമല്ല, അത് തുടർന്ന് വളരെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ സ്ഥലമെല്ലാം ടൈൽസ് ഇടണം. അതുപോലെ തന്നെ അവിടെ ജിംനേഷ്യത്തിനുള്ള സാധനങ്ങൾ ഒരുക്കണം, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതിന് വളരെയേറെ പണച്ചെലവുണ്ട്. ആരും MLA-യോട് നേരത്തെ സംസാരിച്ചിരുന്നു. അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ബാബു സാനി പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ചെയർപേഴ്സൺ ചേർന്ന് എല്ലാവരും ചേർന്ന് ഞങ്ങളെ സഹായിക്കണം, അതെല്ലാം നടത്തി തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഈ അവസരത്തില്. അതുപോലെ കറുകുറ്റി പഞ്ചായത്തിനോടും മുനിസിപ്പൽ ചെയർപേഴ്സണോടും ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് ഈ പാലം കടന്നു വരുന്നിടത്ത് ഒരു വെയിറ്റിംഗ് ഷെഡില്ല. ആ വെയിറ്റിംഗ് ഷെഡും അതുപോലെ ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ നല്ല രീതി കൂടിയ റോഡാണ് ഈ പാലം കടന്നാൽ. ചുറ്റും നല്ല ക്രമമായ വീടുകളൊക്കെ, അവിടെ ചുറ്റും ഒരു 2 സൈഡിലും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണത്തിന് സഹായിക്കണമെന്നും ഈ അവസരത്തില് ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഗവൺമെന്റ് പുതിയതായി വരുന്ന ഗവൺമെന്റ് 5 കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പക്ഷെ നമ്മുടെ ഇതിലെ ട്രാൻസ്പോർട്ട് ബസ്സില്ല. അപ്പോ നമുക്ക് അതിനും നമ്മളെ സഹായിക്കുന്ന ഞങ്ങൾ കരുതുകയാണ്. അങ്ങനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ വളരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് MLA-യും അതുപോലെ പ്രസിഡന്റ് ബാബു സാനിയും ചെയർപേഴ്സണും എല്ലാം വളരെയധികം മെമ്പർമാരും ഷാജൻ മർക്കി അതുപോലെ തന്നെ മേലാപ്പള്ളിയും എല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ എല്ലാ സഹായത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളടുത്ത് വരും. ഞങ്ങളെ സഹായിക്കണമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അധ്യക്ഷൻ പ്രിയങ്കരനായ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് PV, പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കാപ്പോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു സാനി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട ജോണിയച്ച, പ്രസിഡന്റ് അസോസിയേഷന്റെ മറ്റ് ഭാരവാഹികള്, ഏറെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. RD നഗർ റെസിഡന്റ് അസോസിയേഷന്റെ മറ്റൊരു വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ റെസിഡന്റ് അസോസിയേഷൻ ഇവിടെ രൂപീകൃതമായ അന്നു മുതൽ വളരെ മികച്ച രീതിയിൽ ഈ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു, നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിതിനു മുൻപും ഇവിടെ റെസിഡന്റ് അസോസിയേഷന്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു റെസിഡന്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ഓരോ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളോടൊപ്പം നാടിന്റെ പൊതുവായ ആവശ്യങ്ങളും വികസന കാര്യങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ അസോസിയേഷന് വലിയ പങ്കുണ്ട്. അങ്ങനെയാണ് അസോസിയേഷൻ ചില കാര്യങ്ങൾ ഇതുപോലൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അന്ന് നമ്മുടെ അടുത്ത് സൂചിപ്പിക്കുകയും അത് ചിലതൊക്കെ നമുക്കിപ്പോൾ യാഥാർത്ഥ്യമാക്കി എടുക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഫിലിപ്പേട്ടൻ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അതിനകത്ത് ചില കാര്യങ്ങള് തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും ഒക്കെ ചേർന്ന് അവർക്ക് മുൻകൈ എടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് സർക്കാരിന്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ചിലതിന് നമുക്ക് റെയിൽവേ ഒക്കെ ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയൊക്കെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ നാടിനെ സംബന്ധിച്ച്, ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങളെല്ലാവരും ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും മറ്റ് മുൻ ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ സാധ്യമായ ഇടപെടലുകൾ നടത്തുവാനായിട്ട് മുൻപിലുണ്ടാകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കൂട്ടായ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരും അവിടെ കക്ഷി രാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ വലുപ്പ ചെറുപ്പമോ ഒന്നും കൂടാതെ എല്ലാവർക്കും ഒത്തുകൂടാവുന്ന ഒരു വേദിയാണ് റെസിഡന്റ് അസോസിയേഷൻ എന്നുള്ളത്. നമുക്ക് ഇതുപോലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. നമുക്കറിയാം, അല്ലെങ്കിൽ സാധാരണ പള്ളിയിൽ പോകുന്ന ആളുകൾ എല്ലാ ഇടവേളകളിലും കൃത്യമായി പള്ളിയിലെ യൂണിറ്റുകളിൽ ചേരും. SNDPയുടെ ആണെങ്കിൽ ശാഖകൾ കൂടും, NSSന്റെ കരയോഗം കൂടും. ഒരു പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ച് വരാവുന്ന ഒരു വേദി റെസിഡന്റ് അസോസിയേഷനാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് നമ്മള് പുതുതലമുറയിൽപ്പെട്ട ആളുകളെല്ലാം നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പല പരിപാടികളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പങ്കെടുക്കുന്ന ആളുകളെ നോക്കിയാൽ ഒന്നെങ്കിൽ 50 വയസ്സിന് മേലെ പ്രായമുള്ള ആളുകൾ, അല്ലെങ്കിൽ 15 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ. ഇതിനിടയ്ക്കുള്ള ആളുകളെ കണ്ടിട്ട് പ്രയാസം അപൂർവമായിട്ടൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള ആളുകള് പഠന ആവശ്യമായിട്ടും ജോലി ആവശ്യമൊക്കെ ആയിട്ടും നാട്ടിൽ പല ഭാഗങ്ങളിലായിരിക്കും. ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾ വിദേശങ്ങളിലേക്ക് കടന്നു പോവുകയും ഒക്കെയാണ്. ഈ ഒരു ട്രെൻഡ് മുന്നോട്ട് പോയാൽ അടുത്തൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രായമായ ആളുകളുടെ എണ്ണം പെരുകും. ഇപ്പൊ ജപ്പാനിലൊക്കെ പോയ ആളുകൾ പറയുന്നത് അവിടെ പ്രായമായ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കുടുംബങ്ങളിൽ പലരും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടിച്ചേർന്ന് പരസ്പരം അറിയുകയും പരസ്പരം ഇടപെടുകയും ഓരോ കാര്യങ്ങളിലും സഹകരിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ അന്വേഷിക്കാനും പറയാനൊന്നും ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൂട്ടായ്മകൾ കൂടുതൽ ശക്തമായി എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന ഡോക്ടർ പോൾ മാമ്പള്ളി ഈ പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ അങ്കമാലിക്കാർക്കോ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത വ്യക്തിത്വമായിരുന്നു. വളരെ നിസ്വാർത്ഥമായ സേവനം ഈ നാടിന്
നൽകി സ്തുത്യർഹമായ സേവനം എന്ന് പറഞ്ഞാൽ സ്തുതിക്കർഹമായ സേവനം എന്നാണ് അർത്ഥം. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സ്തുതിക്കർഹമായ സേവനം നൽകി കടന്നുപോയ ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നിർമ്മിക്കുന്നു. ഈ റെസിഡന്റ് അസോസിയേഷൻ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു കെട്ടുറപ്പോടു കൂടി, സഹകരണത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടി ഇനിയും മുന്നോട്ട് പോകുവാൻ, ഏറെ ദൂരം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ഈ കുടുംബ വാർഷികവും അനുസ്മരണ സമ്മേളനവും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഫിലിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ റോജി എം ജോൺ അവരുകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ ജോണി, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അമ്മയുടെ പ്രസിഡന്റ്, നമ്മുടെ കൗൺസിലർമാരെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്നവരുൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷം. നമ്മളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ സമൂഹത്തിന് നന്മ ചെയ്തവരെ ആദരിക്കുന്നു, അതുപോലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരെ, കലാകായിക മത്സരങ്ങളിൽ നല്ല പങ്കാളിത്തം, നല്ല വിജയം കൈവരിച്ചവരെ, അങ്ങനെ ഒത്തിരിയേറെ പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വളരെ നല്ല, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് നിങ്ങളുടെ ഈ ആർബി റെസിഡൻസ് അസോസിയേഷൻ. കാരണം ഇത് കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ്. നമ്മളുടെ ഇപ്പൊ മുൻ മന്ത്രി ജോസ് തെറ്റയില് ഞങ്ങളിപ്പോ ഒരാളെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് വന്നുകൊണ്ട് ആണ് ഇരുന്നത്. അപ്പൊ അവിടെ വെച്ച് ജോസ് തെറ്റയില് പറയാണ്, അന്ന് ഇപ്പൊ പിളർന്നു വരുന്നൊരു കവിയത്രിനെയാണ് നമ്മൾ അവരെ ആദരിച്ചത്. അപ്പൊ ജോസ് തെറ്റയില് പറയാണ്, നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തോരം ആദരവും, നിങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ എത്രയോ ആൾക്കാർ ഓരോ മീറ്റിങ്ങുകളിലൊക്കെ ആദരിക്കുന്നു. ഞാനൊക്കെ അന്ന് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടി ജയിച്ച ആളാണ്. അന്നൊന്നും ഒരു പട്ടിച്ചാത്തിന് ഞങ്ങൾ തിരിച്ചു നോക്കിയിട്ടില്ല, ഞങ്ങൾക്കൊരു ആദരവ് കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ നല്ല ചെറുപ്പത്തിലെ തൊട്ട് ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും അവരെ അവതരിക്കാനായിട്ട് ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ, മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, വാർഡ് സഭയിൽ ആദരിക്കല്, അങ്ങനെ ഒട്ടേറെ വേദികളിലൊക്കെ അവർക്കൊരു പ്രോത്സാഹനം കിട്ടാണ്. അപ്പൊ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവർക്കൊരു പ്രോത്സാഹനവും മറ്റുള്ളവർക്ക് അതൊരു മാതൃകയും കൂടി ആവാണ്, പ്രചോദനം ആകാണ്. അപ്പൊ ഇതേപോലെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാം നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും ഒട്ടേറെ സേവനങ്ങൾ ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ മുൻപന്തിയിലാണ്. കാരണം പല കുടുംബങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആ കുടുംബത്തിലുള്ള ചെറിയ ഒരു കാൽവയ്പ് പോലും അത് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും എല്ലാം വളരെ വലിയ ഒരു നേട്ടമാണ് കൊയ്തെടുക്കാൻ പറ്റുന്നത്. ഈ ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും നമ്മളുടെ വീടുകളിലുള്ള ശുചിത്വം നമ്മുടെ സമൂഹത്തിലെ റെസിഡൻസ് അസോസിയേഷൻ തന്നെയാണ്. അപ്പൊ ഇനിയും ഇപ്പൊ വൈകിയ വേളയിൽ നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും, അത് കാണാനായിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനിയും ഇതേപോലുള്ള വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വന്ന വഴികളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചും ഇനി വരാനായിട്ട് നമ്മുടെ പുതിയ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും അതിനെ ഓർമ്മപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. അപ്പൊ ഇനിയും ഈ അസോസിയേഷൻ വളരെ നല്ല രീതിയിൽ നല്ല മികച്ച നേട്ടങ്ങൾ കൊയ്ത്. ബഹുമാനപ്പെട്ട ആർബി റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബാംഗങ്ങളെ, ഈ വാർഷികാഘോഷത്തിന്റെ അധ്യക്ഷൻ, നിങ്ങളെല്ലാവരുടെയും പ്രിയങ്കരനായ പ്രസിഡന്റ്, എൻ്റെ സുഹൃത്ത് ശ്രീ ഫിലിപ്പ്, അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, അങ്കമാലി കൗൺസിലർ ശ്രീ സാജൻ, കൽപ്പറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ ശ്രീ ഷാജു മേലാപ്പള്ളി, റെസിഡൻസ് അസോസിയേഷന്റെ അങ്കമാലിയുടെ കൂട്ടായ്മയുടെ
പ്രസിഡന്റും ശ്രീ പൗലോസ് കെ എ, കറുകുറ്റി റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജോസ് ടക്കേത്ത്, മുൻ പഞ്ചായത്ത് മെമ്പറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയുമായ ജിസ്മി, മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജോളി, ഇന്ന് നമ്മൾ ആദരിക്കപ്പെട്ട സാമുവൽ ചേട്ട, എൻ്റെ സുഹൃത്തും റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയുമായ ശ്രീ പ്രകാശ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഫിലിപ്പ്, ഞാൻ ഭരണസമിതിയിൽ അംഗങ്ങളായി ചാർജ് എടുത്തതിന് ശേഷം ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഫിലിപ്പും നമ്മുടെ പ്രകാശും നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേ ഈ ഓർബിറ്റിന്റെ കീഴിലുള്ള നമ്മളിരിക്കുന്ന ഈ സ്ഥലത്ത് വലിയ കാര്യങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് വരികയുണ്ടായി. പഞ്ചായത്തിന്റെ ഒരു റെസൊല്യൂഷൻ വേണം, ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് RBയുടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ഉന്നതാധികാരികളുടെ അടുത്ത് പോയതും. സാധാരണ രാഷ്ട്രീയക്കാർ റെയിൽവേ ആയതുകൊണ്ട് എല്ലാത്തിനും സമ്മതിക്കും. കാരണം റെയിൽവേയുടെ ഒരു പേപ്പർ കിട്ടാനായിട്ട് ആര് വിചാരിച്ചാലും നടക്കാറില്ല. ഇവിടെ ഇപ്പോ ഇത് കിട്ടുന്നതിന് മുമ്പ് ഇത് സ്വർണ്ണത്തലയെ കൊണ്ട് ചെയ്യാം എന്ന് വരെ നമുക്ക് ചെയ്തു തരാം ചേട്ടാ എന്ന് ഫിലിപ്പിനോട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് റെയിൽവേ അതിന് അനുവാദം കൊടുക്കൂല, അപ്പൊ നമുക്ക് എന്ത് വാഗ്ദാനം കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള ധാരണയിലാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഫിലിപ്പിനോട് പറയാം. പക്ഷെ ഫിലിപ്പ് ഇതിന് പിറകെ നടന്നുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ അനുവാദം വാങ്ങിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് കുഴയ്ക്കുന്ന ഒരു കാര്യം. അതിന് ഫിലിപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഫിലിപ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോഴും കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന പരിധിയുണ്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി ഉണ്ട്, അങ്കമാലി, തൊട്ടപ്പുറത്ത് കറുകുറ്റി പഞ്ചായത്തുണ്ട്. ഡബിൾ ഇഞ്ചൻ എന്ന രീതിയിലാണ് ഈ അസോസിയേഷൻ പോകുന്നത്. അങ്കമാലി അസോസിയേഷൻ ഉണ്ട്, കറുകുറ്റി അസോസിയേഷൻ ഉണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. മറ്റുള്ള ബിസിനസ്സിന് കിട്ടാത്ത രീതിയിലുള്ള ആനുകൂല്യമാണ് നിങ്ങൾക്കുള്ളത്. ബഹുമാനപ്പെട്ട മാമ്പള്ളി അച്ഛൻ്റെ ഇവിടെ അനുസ്മരിച്ചു. ഞാനും അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശീർവാദം തല്ലി കിട്ടാതിരിക്കാൻ വേണ്ടി, ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു, പഠിക്കുമ്പോൾ തോമസ് മാസ്റ്ററേയും ജോർജ് സാറിൻ്റെയൊക്കെ അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി അന്ന് ഓടിച്ചെന്ന് ഡോക്ടറെ ഒന്ന് ശ്രുതി കൊടുത്താൽ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അടി കിട്ടില്ല. വളരെ സന്തോഷപൂർവ്വം വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ സ്കൂളിന്റെ ജനവാദിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഡോക്ടർ വരും, ഞങ്ങൾ ഓടിച്ചെല്ലും, കുനിയും, തലയ്ക്ക് പിടിക്കും, സന്തോഷം. അന്നത്തെ ദിവസം പ്രശ്നങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് പുണ്യവനായ കാണുന്ന ഒരു സ്വഭാവക്കാരനും നടത്തിയുമുള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ മാമ്പള്ളി. അച്ഛൻ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല. ആ ഭവന സ്മരണയിൽ ഞാൻ കുരിഞ്ഞുകൊണ്ട്, നന്ദി സൂചകമായിട്ട് കുരിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. എനിക്ക് ഇവിടെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവർ കൈവരിച്ച ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അവരെ അനുമോദിച്ചുകൊണ്ടും ഇനിയും ഉത്തരവാദിത്തം വളർന്ന് അവരുടെ ഭാവി സുനിശ്ചിതമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ കൂട്ടായ്മ നല്ല രീതിയിൽ അങ്കമാലിയിലും കറുകുറ്റിയിലും പന്തലിച്ചു നിൽക്കുന്ന ഈ റെസിഡൻസ് അസോസിയേഷന് നല്ല കാലവും നല്ല പ്രവൃത്തിയും കറുകുറ്റി പഞ്ചായത്തിനും അങ്കമാലി മുനിസിപ്പാലിറ്റിക്കും അങ്ങോട്ടും തിരിച്ചും സഹകരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷത്തിന് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.